എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള മത്തിക്കറിയുടെ വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മത്തിക്കറി എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടി ഞാൻ കഴുകി വൃത്തിയാക്കിയ 8 മത്തി ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നടുക്കൂടെ മുറിക്കണമെങ്കിൽ മുറിച്ചിടാം. ഞാൻ മുഴുവനെയാണ് മത്തി എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് വലിയൊരു തക്കാളിയും മീഡിയം സൈസ് ഒരു സവാളയും, സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് കൊച്ചുള്ളി വേണമെങ്കിൽ 7 കൊച്ചുള്ളി എടുക്കാമെന്നാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ എരിവിന് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിന് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അരമുറി തേങ്ങ ഞാനൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും ഇഞ്ചിയും സവാളയും ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടത്തിലങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. കളറിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കിതിനെ അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്ത അരപ്പ് ഒരു ചട്ടിലോട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ആദ്യം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മീൻ കറിക്ക് എത്രയും ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 3-4 പുളി വെള്ളത്തിൽ കഴുകിയിട്ട് വേറെ വെള്ളത്തിൽ കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളത്തോട് കൂടി തന്നെ പുളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മീൻ പുളിക്ക് പകരം പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പുളിക്കനുസരിച്ചുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ പച്ചമുളക് നടുക്കൂടെ ഒന്ന് പുലർത്തിയിട്ട് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി കൂടി പോകരുത്, ഒരു കയ്പ്പ് ടേസ്റ്റ് ഫീൽ ചെയ്യുമേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഉണ്ടല്ലോ, മത്തി അങ്ങ് ഇട്ട് കൊടുക്കാം. മത്തി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ലതായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. മീൻ പൊടിഞ്ഞ് പോകാതെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓണാക്കി വെച്ച് ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് വരെ ഇതിനെ വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ, അടിക്ക് പിടിക്കാതെ ഇളക്കിയിട്ട് കൊടുക്കുക. മീൻ പൊടിഞ്ഞും പോകരുത് കേട്ടോ. ഇപ്പോൾ മീൻ 15 മിനിറ്റ് ആയിട്ടുണ്ട്. മീൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ തീ ഓഫ് ചെയ്തു. കാരണം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ചട്ടിയിലാണല്ലോ മീൻ കറി വെച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഗ്രേവി ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ഇത് തണുത്ത് വരുന്നതനുസരിച്ച് ഗ്രേവി കുറുകി വരും. മീൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു. എന്നിട്ട് അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നു കഴിഞ്ഞപ്പം കുറച്ച് വറ്റൽമുളക്, 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഈ മീൻ കറിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീൻ കറി ഒന്ന് 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. ഈ കറിവേപ്പിലയുടെയും അതുപോലെ ഈ വറ്റൽമുളകിൻ്റെയൊക്കെ ഫ്ലേവർ നല്ല രീതിയിൽ ഈ കറിയിലോട്ടൊന്ന് ഇറങ്ങി വരണം. അതിനുവേണ്ടിയാണ് അടച്ച് വെക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ തുറന്ന് നോക്കാം. ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നല്ലതായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ച് കറി കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മത്തിക്കറിയാണ് കേട്ടോ. ഈ മത്തിക്കറി മാത്രം മതി ചോറിൽ ഒഴിച്ച് കഴിക്കാനായിട്ട്. എത്ര ചോറ് വേണമെങ്കിലും നമ്മൾ അറിയാതെ കഴിച്ചു. അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു മത്തിക്കറിയാണിത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല തയ്യാറാക്കുന്നെങ്കിൽ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.